എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 13 മുതൽ വലിയ മാറ്റങ്ങളാണ് ഈ 12 നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രഭുവായ ശുക്രൻ രാശി മാറുകയാണ്. 2026 ജനുവരി 13 പുലർച്ചെ ശുക്രൻ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ മാറ്റം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് രാജയോഗം അല്ലെങ്കിൽ കോടീശ്വര യോഗമാണ് കൊണ്ടുവരുന്നത്. ഏകദേശം 24 ദിവസത്തോളം ശുക്രൻ ഈ രാശിയിൽ തുടരും. ഈ കാലയളവിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്നു മുതൽ ശുക്രൻ മകരരാശിയിലേക്ക് മാറുന്നതിനാൽ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങളാണ് ഈ 4 രാശിക്കാർക്ക്, അതായത് 12 നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ആദ്യത്തെ രാശി ഇടവം രാശിയാണ്. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം അര ചേരുന്ന നക്ഷത്രങ്ങളാണ്. കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റത്തോടുകൂടി വലിയ ഭാഗ്യമാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തൊഴിൽപരമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരായിരിക്കും നിങ്ങൾ. മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദമോ അതല്ലെങ്കിൽ ജോലിയിലെ തടസ്സങ്ങളോ നിങ്ങളെ പലപ്പോഴും അലട്ടിയിട്ടുണ്ടാകും. എന്നാൽ ഈ ശുക്രമാറ്റത്തോടുകൂടി ആ തടസ്സങ്ങളെല്ലാം മാറുകയാണ്. മുടങ്ങിപ്പോയി ഇനി നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പുനരാരംഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശയാത്രയ്ക്കോ അതല്ലെങ്കിൽ തീർത്ഥയാത്രയ്ക്കോ ഉള്ള യോഗമുണ്ട്. വിദേശയാത്ര ചിലപ്പോൾ ജോലി സംബന്ധമായോ മറ്റോ ആയിരിക്കാം. എങ്കിലും വിദേശയാത്ര അല്ലെങ്കിൽ തീർത്ഥയാത്രയ്ക്കുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ ലോട്ടറി, ചിട്ടി തുടങ്ങിയവയിലൂടെ അപ്രതീക്ഷിത ധനലാഭം ആണ് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത്. അതല്ലെങ്കിൽ പിതൃസ്വത്തോ ഭൂമിയോ ലഭിക്കാനും സാധ്യതയുള്ളതായി കാണുന്നുണ്ട്. ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി ഈ 3 നക്ഷത്രക്കാർക്ക്, കാർത്തിക, രോഹിണി, മകയിരം നാളുകാർക്ക് എന്തുകൊണ്ടും ഭാഗ്യസമയമാണ് ഈ വരുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ രാശി ഏതാണെന്ന് നോക്കാം. കന്നി രാശിക്കാരാണ്. ഉത്രം മുക്കാല്, അത്തം, ചിത്തിര അര ചേരുന്ന നക്ഷത്രക്കാരാണ് കന്നി രാശിയിൽ വരുന്നത്. ബുധൻ അധിപനായ കന്നിരാശിക്കാർക്ക് ശുക്രൻ 5-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലോ അതല്ലെങ്കിൽ പ്രണയപരമായോ ചില അസ്വാരസ്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാകാം. ചിലർക്ക് ഏകാന്തതയും മാനസിക വിഷമവും തോന്നിയിട്ടുണ്ടാകാം. ഇനി ആ അസ്വാരസ്യങ്ങളെല്ലാം മാറാൻ പോകുന്നു. വലിയ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വലിയ ബിസിനസ് വിജയങ്ങൾ നേടും. തൊഴിൽപരമായി നല്ല ഉയർച്ചയാണ് ഈ 3 നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക്. അതുപോലെ കല, മീഡിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വലിയ അംഗീകാരങ്ങളാണ് ഈ ശുക്രമാറ്റത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ ഈ വരുന്ന 24 ദിവസത്തിനുള്ളിൽ തന്നെ ഗണ്യമായ സാമ്പത്തിക പുരോഗതിയും കോടീശ്വര ലാഭവും നിങ്ങളെ തേടിയെത്തും. ഇനി അടുത്തത് 3-ാമത്തെ രാശിക്കാരാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ 3 നക്ഷത്രക്കാരാണ് വൃശ്ചിക രാശിയിൽ വരുന്നത്. വൃശ്ചിക രാശിക്കാർക്ക് ശുക്രൻ 3-ാം ഭാവത്തിലാണ്. ശത്രുദോഷം കൊണ്ടും അതുപോലെ തന്നെ
ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ കൊണ്ടും നിങ്ങൾ കുറച്ചു നാളായി പ്രയാസപ്പെടുന്നുണ്ടാകാം. വീടുപണി തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ താമസ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഇനി ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ പോവുകയാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് ഇത്. സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ മഹാലക്ഷ്മി കടാക്ഷത്താൽ സമ്പത്ത് വർദ്ധിക്കുന്നതായിട്ടാണ് നിങ്ങളുടെ നക്ഷത്രത്തിൽ കാണുന്നത്. ഈ വരുന്ന 24 ദിവസത്തിനുള്ളിൽ പുതിയ ഭൂമിയോ സ്വർണമോ വാങ്ങാൻ യോഗമുള്ളതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ശുക്രമാറ്റത്തിലൂടെ വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇനി അടുത്തത് 4ാമത്തെ രാശിയാണ് മീനരാശി. മീനരാശിയിൽ വരുന്നത് പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ്. നിലവിൽ ശനിദോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മീനരാശിക്കാർക്ക് ഈ ശുക്രമാറ്റം വലിയൊരു ആശ്വാസമായിരിക്കും. 11ാം ഭാവത്തിലേക്കാണ് ശുക്രൻ വരുന്നത്. കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങളും അമിത ചിലവുകളും കൊണ്ട് വലഞ്ഞവർക്ക് ഇനി വരുന്നത് നല്ല കാലമാണ്. നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. കിട്ടാക്കനികളായിരുന്ന പണം തിരികെ ലഭിക്കും. ഒന്നുകിൽ നിങ്ങൾ കടം കൊടുത്തതോ അല്ലെങ്കിൽ ചിട്ടിയിലോ മറ്റോ നിക്ഷേപിച്ചതോമായിട്ടുള്ള തുക പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഈ ശുക്രമാറ്റത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ബിസിനസ് പരമായി നോക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ വലിയ ഓർഡറുകൾ ലഭിക്കാനും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. അതൊരു പക്ഷേ കുടുംബസ്വത്ത്, പിതൃസ്വത്ത് ലഭിക്കുന്നതിലൂടെയോ ആകാം. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും വലിയ മാറ്റങ്ങളാണ് ശുക്രൻ്റെ രാശിമാറ്റത്തോടു കൂടി ഉണ്ടാകുന്നത്. ഇന്ന് 2026 ജനുവരി 13 പുലർച്ചെ ശുക്രൻ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ രാശിമാറ്റം 4 രാശിക്കാർക്ക്, ഇടവരാശി, കന്നിരാശി, വൃശ്ചികരാശി, മീനരാശി എന്നീ രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക്, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 12 നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ പറഞ്ഞ 12 നക്ഷത്രക്കാരുടെയും വീട്ടിൽ ഐശ്വര്യം വന്നു ചേരും. ശുക്രൻ്റെ ഈ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ ഒരു അറിവ് പങ്കുവയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.